ഹായ്, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റില്ല, ഇന്ന് പോസ്റ്റ് മാർക്കറ്റ് മാത്രമേ ഉള്ളൂ. പോസ്റ്റ് മാർക്കറ്റ് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് സാധാരണ വെള്ളിയാഴ്ച നമ്മൾ പോസ്റ്റ് മാർക്കറ്റ് ചെയ്യാറുള്ളതല്ല, പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ന് ചെയ്യേണ്ടത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. ഓക്കെ, അപ്പോൾ ആറേ കഞ്ഞി പഴങ്കഞ്ഞാണ് ഉള്ള കാര്യം ചൂടോടങ്ങ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിനകത്തിൽ നിൽക്കുമ്പം, ഈ ഒരു മൂഡിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും. അല്ലെങ്കിൽ നമ്മൾ വേറൊരു ദിവസം പറയുമ്പം ഇന്നത്തെ ആ സിനാരിയോ നമുക്ക് അന്നേരം കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ അപ്പം തന്നെ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, വ്യക്തമായിട്ട് മനസ്സിലാകുകയും അത് പിന്നെ ഭാവിയിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടുകയും ചെയ്യും, അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ രാവിലെ വോയിസ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ഐഡിയ ഇല്ല മാർക്കറ്റ് എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. ഇതിനെപ്പറ്റി നമുക്ക് യാതൊരു ധാരണയും നമുക്ക് ഇല്ലേ? എന്താ സംഭവം? അപ്പോൾ നമ്മളൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാതെ നമുക്ക് യാതൊരു ഐഡിയയും കിട്ടത്തില്ല മാർക്കറ്റിൻ്റെ ഗതി എന്താണെന്നുള്ളത്. കാരണം മാർക്കറ്റിൻ്റെ ഗതി നമുക്ക് നിർണ്ണയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, ഇല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളാണ്, എങ്ങനെ സംഭവിച്ചു, അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കിയെന്ന് ജസ്റ്റ് നിങ്ങളോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം എന്താ സംഭവിച്ചത്? മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയി അപ്സൈഡ് പോകുന്നൊരു ഒരു പ്രതീതി വന്നു. 9:15 ക്യാൻഡിലാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ 25,500 ഞാൻ വീഡിയോ പറഞ്ഞ് 25,500 മുകളിൽ നിലനിൽക്കണം, അല്ലേ? ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞ് രാവിലെ പോയി 25,500 മുകളിൽ നിലനിന്നെങ്കിൽ മാത്രമേ നമുക്ക് അപ്സൈഡ് ഉള്ളൂ. ഇല്ല, താഴോട്ട് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ 25,333 പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ താഴോട്ട്, ഇല്ലേ? ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് ഇല്ല. ഇതാണ് നമ്മൾ വരച്ച വരയിലാണെന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. നമ്മുടെ ഒരു ലെവൽ 25,400 എന്ന് പറഞ്ഞ ലെവലുണ്ടായിരുന്നു, ആ ലെവലിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് പോയി, അതിനുശേഷം മാർക്കറ്റ് പൊട്ടും എന്നൊരു പ്രതീതി വരുത്തി തീർത്തു. ഇവിടെ വേണം ധാരാളം ആൾക്കാർ പി എടുത്ത് കാണും. കാരണം എന്താണ്? ഓപ്പണിംഗ് ലെവലിന് താഴെ പോയി നല്ല സ്ട്രോങ് ക്യാൻഡിൽ വന്നു, പൊട്ടുന്നൊരു പ്രതീതി. ഇത് തന്നെയാണ് അവർക്ക് ആവശ്യം. ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആവശ്യം ഇത് തന്നെയാണ്. ഒക്കെ എന്താണ്? തെറ്റിദ്ധരിപ്പിക്കുക. നമ്മൾ റീറ്റെയിലേഴ്സിനെ തെറ്റിദ്ധരിപ്പിച്ച് എങ്ങനെയെങ്കിലും അവരെ കുത്തുവാള എടുപ്പിക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ആരുടെ ലക്ഷ്യം? FISൻ്റെ വലിയ ബിഗ് ടീംസിൻ്റെ ലക്ഷ്യം. അതാണ് സംഭവിച്ചത്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ സ്ട്രോങ് ബെയറിഷ് മർബോസുമാണ് ഇവിടെ വീണേക്കുന്നത്, ഇല്ലേ? സ്ട്രോങ് നമ്മുടെ പ്രൈസ് ആക്ഷൻ സീരീസ് കണ്ടവർക്ക് അറിയാം, സ്ട്രോങ് ബെയറിഷ് മർബോസുമാണ് വീണേക്കുന്നത്. അപ്പം പക്ഷേങ്കിൽ നമുക്കിവിടെ ട്രേഡ് ഇല്ല. എന്താണ്? നമ്മുടെ ഇപ്പോൾ ഇവിടെ ഒരു ലെവലുണ്ട്, ആ ലെവലിന് താഴെ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ഇരിക്കുകയാണ്. അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇല്ലാതെ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ഇരിക്കുകയാണ്, ശരിയല്ലേ? അപ്പം നമുക്കിവിടെ ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ഒരു ഇൻഡിക്കേഷൻ കിട്ടി മാർക്കറ്റ് പൊട്ടി താഴെ പോകാൻ പോകുന്നുള്ളൂ. പക്ഷേ അതിന് ശേഷം നെക്സ്റ്റ് വീണ ക്യാൻഡിലോ അതിൻ്റെ ഇരട്ടി ഉള്ള ഒരു ക്യാൻഡിൽ, ഏകദേശം 70 പോയിൻറ്റോളം, 380 മുതൽ 400 ഏകദേശം ഒരു 80 പോയിൻറ്റിൻ്റെ ഒരു ക്യാൻഡിലാണ് ഒരൊറ്റ ക്യാൻഡിൽ വീണത്, ഇല്ലേ? അപ്പോഴും നമുക്ക് കൺഫർമേഷൻ ഇല്ല. അപ്പോഴും ഇവിടുന്നതാണ് നമുക്ക് ട്രേഡ് എടുക്കാനുള്ള ഒരു അവസരം നമുക്ക് ഇവിടെ ഇല്ല. മാർക്കറ്റ് പിന്നെ പതിയെ മുകളിലോട്ട് പോയി, ഇല്ലേ? മുകളിലോട്ട് പോയി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നിർണായകമായ ഒരു തീരുമാനം. മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോയി, പിന്നെ ഇതുപോലെ തന്നെ സെയിം സിനാരിയോ പൊട്ടി തകരും എന്നുള്ളൊരു പ്രതീതി വരുത്തി തീർത്തു. അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് കയറി. അപ്പോൾ ഇവിടെ ലെവൽ വെച്ച് നമുക്കൊരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ ഈ മാർക്കറ്റ് ഇങ്ങനെ കയറുന്ന ഇവിടെ ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ എത്തിയത് മാർക്കറ്റ്, അല്ലേ? അപ്പോൾ ഇന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇന്നത്തെ ഇങ്ങനൊരു സിനാരി വന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം, ഇങ്ങനെ ഒരു കാര്യം പഠിക്കാൻ സാഹചര്യം ഉണ്ടായത്. ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മളുടെ ഓരോ പഠനങ്ങളും പരുവപ്പെടുത്തിയെടുക്കുന്നത്. നിങ്ങൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് ലെവൽ വെച്ചല്ല ട്രേഡ്, മനസ്സിലായി പറഞ്ഞാൽ ഇന്ന് നമുക്ക് ലെവൽ വെച്ച് നമുക്ക് മാർക്കറ്റ് ട്രേഡ്, ഇതിങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. ലെവൽ വെച്ച് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ എന്താണ് ട്രേഡ് എടുത്തത്? എങ്ങനെ? ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ചാണ് നമ്മൾ ട്രേഡ് എടുത്തത്. അപ്പം ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലായത്? ഞാൻ ഓപ്പൺ ഇൻട്രസ്റ്റിനെ കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മാർച്ചിൽ നമുക്കൊരു ക്ലാസ് ഉണ്ട് തൃശ്ശൂർ, അതിനെപ്പറ്റി ഞാൻ പറയാം. അപ്പോൾ ഓക്കെ, അന്ന് ആ ക്ലാസ്സിലൊക്കെ ഞാൻ വിശദമായിട്ട് നമുക്ക് ഈ ഓപ്പൺ ഇൻട്രസ്റ്റിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് സംസാരിച്ചത്? അപ്പോൾ നമുക്കിന്ന് ഞാൻ രാവിലെ ഇട്ട വോയിസിലോട്ട് നമുക്ക് വരാം, ഗ്രൂപ്പിലെ വോയിസിലോട്ട് നമുക്ക് വരാം. അപ്പം പലരും ചോദിക്കുന്നുണ്ട് ഗ്രൂപ്പിൽ കയറാൻ. ആ ഗ്രൂപ്പ് ഓൾമോസ്റ്റ് ഫുള്ളാണ്, മനസ്സിലായില്ലേ? അപ്പം നമുക്കതിനകത്തിൽ ഇനിയും അങ്ങോട്ടൊരാളെ അഡ്മിറ്റ് ചെയ്യാൻ സ്ഥലം പരിമിതി വളരെ കുറവാണ്. കുറച്ച് പേർക്കേ ഉള്ളൂ.
ഒരു 10-25 പേർക്കുള്ള ഗ്യാപ്പ് അതിനകത്തുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇട്ടേക്കാം. കുറച്ച് പേര് ഇപ്പോൾ ഇറക്കി വിടേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് വരുമ്പോൾ നിങ്ങൾ അതിനകത്തിൽ ഫില്ല് ചെയ്യാനുള്ള ഞാൻ നമ്പർ ഇവിടെ ഇട്ടേക്കാം. നിങ്ങൾ എന്നും ഇങ്ങനെ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല, കാരണം നമുക്ക് അതിലുള്ള ഗ്യാപ്പില്ല. വേറൊരു ഗ്രൂപ്പ് തുടങ്ങാനുള്ള ഒരാഗ്രഹവും എനിക്ക് ഇല്ല. ഓക്കെ, അപ്പം ഞാൻ നമ്പർ ഇതിൻ്റെ താഴെ ഇട്ടേക്കാം. അപ്പോൾ നമ്മൾ വന്നത് നമ്മുടെ ഗ്രൂപ്പിലിട്ട വോയിസിലോട്ട് വരാം നമുക്ക്. ഓക്കെ, ഗ്രൂപ്പിലിട്ട വോയിസിൽ വന്നു കഴിഞ്ഞാൽ ആ വോയിസ് നിങ്ങൾ കേട്ട് നോക്കൂ എന്താ ഞാൻ പറഞ്ഞെന്നുള്ള കാര്യം. അതിനുശേഷം നമുക്ക് കഥ പറയാം. ഇവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പം വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം കാണാൻ പറ്റുന്നത്, പേടിപ്പിക്കാൻ പറയല്ല, 25,500 നല്ല രീതിയിൽ കോൾ റേറ്റിംഗ് ഉണ്ട്. കോൾ റേറ്റിംഗ് ആണ് കൂടുതൽ. ഓക്കെ, നമ്മളവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1,41,00,000 കോൾ റേറ്റിംഗ് ഉള്ളപ്പോൾ പുട്ട് റേറ്റിംഗ് 1.19 ഉള്ളൂ. 1.19, 1.41. അപ്പം ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞാൽ 25,500 മുകളിൽ മാർക്കറ്റ് ഒരു 15 മിനിറ്റ് നേരം നിലനിന്ന ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് കവറിങ് നടക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് 25,600 വരെ എത്തും. 600 എത്തി പിന്നെ അവർ സസ്റ്റൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് കവറിങ് റാലി നല്ലപോലെ നടക്കാനുള്ള സാധ്യത ഉണ്ട്. ഒരു പക്ഷെങ്കിൽ 25,500 മുകളിൽ നല്ല രീതിയിൽ നിലനിൽക്കണം. അങ്ങനെ നിലനിൽക്കുകയാണ് ഒരു 15 മിനിറ്റ് നേരം നല്ല രീതിയിൽ സ്ട്രോങ് ക്യാൻഡിലുകൾ കാണിച്ച് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷോർട്ട് കവറിങ് റാലി പ്രതീക്ഷിക്കാം. അങ്ങനെ ഷോർട്ട് കവറിങ് റാലി ആരംഭിക്കുകയാണ്, 600 എത്തും. 600 എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്നെയും ഷോർട്ട് കവറിങ്ങിന്റെ സ്ട്രെങ്ത് കൂടും. എന്തായാലും എന്താ സംഭവിക്കാൻ പോകുന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ 25,500 ഭയങ്കരമായിട്ട് കോൾ റേറ്റിംഗ് ആണ്, ഇല്ലേ? ഭയങ്കര കോൾ റേറ്റിംഗ് ആണ്. കോൾ റേറ്റിംഗ് മീൻസ് എന്താ, മാർക്കറ്റ് താഴോട്ട് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളത്. പക്ഷേ അപ്പം തന്നെ അടുപ്പിച്ച് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പുട്ട് റേറ്റിംഗ് ഉണ്ട്. ചെറിയൊരു ഒരു മേൽക്കോയ്മ മാത്രമേ കോൾ റേറ്റിങ്ങിനുള്ളൂ. പുട്ട് റേറ്റിങ്ങിന് ഇവിടെ അത്രയും തന്നെ ഒരു പ്രാധാന്യമുണ്ട്, അല്ലേ? പക്ഷേങ്കിൽ മാർക്കറ്റ് താഴോട്ട് വീഴുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കോൾ റേറ്റിംഗ് കൂടുതലുണ്ട്. പക്ഷേങ്കിൽ ഞാൻ എന്താ പറഞ്ഞത്, 25,500 മുകളിൽ മാർക്കറ്റ് 15 മിനിറ്റ് നേരം നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് ഇവിടുന്ന് ഒരു അപ്സൈഡ് പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടുത്തെ റൈറ്റിങ്ങുകളൊക്കെ മാറും. അല്ലെങ്കിൽ ഈ പറയുന്ന കോൾ റൈറ്റ് ചെയ്തവർ ഷോർട്ട് കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടുന്ന് ഒഴിവാകുമ്പം ഈവൻ ഈ പുട്ട് റൈറ്റിംഗ് കൂടും എന്നൊരു സാഹചര്യം ഉളവാകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് നോക്കാം എന്താ സംഭവിച്ചത്, പിന്നെ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിത് കണ്ടു. അതിനുശേഷം എന്താ സംഭവിച്ചേ? അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, 25,500 ഏരിയയിലെത്തി, അല്ലേ? 25,500 കടന്ന് നല്ലൊരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലൂടെ 25,500 ബ്രേക്ക് ചെയ്തതിന് ശേഷം എന്താ സംഭവിച്ചത്? ഇവിടെ നോക്കിക്കേ, മാർക്കറ്റ് ഇവിടെ നിന്ന് പതുക്കെ മുകളിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി, അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കി കണ്ടോ. മുമ്പേ നമ്മളിവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് കണ്ടത് എന്താണ്, 25,500 കോൾ റേറ്റിംഗ് ആയിരുന്നു കൂടുതൽ, അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, കോൾ റേറ്റിംഗ് അവിടുന്ന് ഷോർട്ട് കവർ ചെയ്ത് അവരവിടുന്ന് ഒഴിവായി. അതിനുശേഷം ഇവിടെ പുട്ട് റേറ്റിംഗ് കൂടി. അപ്പോൾ ദാറ്റ് മീൻസ് നമുക്ക് മനസ്സിലായി മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടുന്ന് മുകളിലോട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് മനസ്സിലായി. അപ്പോഴത്തേക്കും മാർക്കറ്റ് ഓൾറെഡി ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തു, ഇല്ലേ? അപ്പോഴത്തേക്കും മാർക്കറ്റ് 573 എത്തി. അപ്പോൾ നമുക്ക് കൃത്യമായി ആ ഓപ്പൺ ഇൻട്രസ്റ്റ് അനലൈസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും മാർക്കറ്റിൻ്റെ ഗതി എന്താണെന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. മാർക്കറ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ എന്താണോ കണ്ടത് അതിനനുസരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് കയറാൻ തുടങ്ങി. അത് നോക്കിക്കേ, അപ്പോഴത്തേക്കും പിന്നെ വന്നപ്പോഴത്തേക്കും എന്തായി സംഭവിച്ചത്, 590 അപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് പകുതിയായി. കോൾ റൈറ്റേഴ്സ് ആയിരുന്നു ഇവിടെ ആഭിമുഖ്യം, ഇല്ലേ? ഏറ്റവും കൂടുതൽ കോൾ റൈറ്റേഴ്സ് ആയിരുന്നു. അവരും ഏകദേശം പകുതിയോടായി. 550 പുട്ട് റേറ്റിംഗ് കൂടി, ഇല്ലേ? 550 പുട്ട് റേറ്റിംഗ് കൂടി. 600 പുട്ട് റേറ്റിംഗ് ഓൾമോസ്റ്റ് കയറി വരുമായിരുന്നു, അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് എന്താണ്, മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണെന്നുള്ളതാണ് നമുക്കിതുകൊണ്ട് എന്ത് ചെയ്തത്, നമുക്ക് മനസ്സിലായത്. അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, നല്ല രീതിയിൽ അപ്സൈഡ് പോയി. 25,600 കടന്ന് ഏകദേശം 25,640 മാർക്കറ്റ് എത്തി, ഇല്ലേ? 640 എത്തിയപ്പം നമ്മൾ അവിടെ ഒരു ബോക്സ് വരച്ചിട്ട് പറഞ്ഞു ഇത് വളരെ ഒരു നിർണായകമായ ഒരു ഏരിയയാണ്. ഈ ഏരിയ കടന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് ഇനി ഒരു അപ്സൈഡ് ഉള്ളൂ, ഇല്ലെങ്കിൽ ഇതിനകത്ത് കടന്ന് കളിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ആ ബോക്സ് അതൊക്കെ പോട്ടെ, കഥകൾ വേറെയാണ്. അപ്പം അത് വിടാം. അപ്പം നമുക്ക് പിന്നെ നമ്മൾ കണ്ടത് നോക്കിക്കേ, ആ ഒരു ബോക്സ് അതിനകത്ത് കയറി മാർക്കറ്റ് അവിടെ കൺസോളിഡേറ്റ് ചെയ്യുന്നതാണ് കണ്ടത്. ഹൈ പോയത് ഏകദേശം 660 വരെ പോയി, 660. അപ്പോൾ 500 നിന്ന് 660. ബോട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഏകദേശം 250 പോയിൻറ്റോളം മാർക്കറ്റ് റാലി ചെയ്തു. ഈ പോയിന്റിൽ നിന്ന് ഏകദേശം 360 നിന്ന് 660, 300, ഒരു 280 പോയിൻറ്റോളം മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടുന്ന് ഇവിടം വരെ റാലി ചെയ്തു, ഇല്ലേ? അതിൽ നമുക്ക് എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരും കപ്പാസിറ്റിയാണ്.
ധാരാളം പേര് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പം ഞാൻ ഇന്ന് നമ്മളെ മാർക്കറ്റിൽ നമ്മളെ നയിച്ചത്, നമുക്ക് ഡയറക്ഷൻ തന്നത് ആരാണ്? നമുക്ക് ലെവലുകളല്ല, മറിച്ച് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് എന്ത് ചെയ്തത്, നമ്മളെ ഇന്ന് നമുക്ക് കറക്റ്റ് ഒരു ഡയറക്ഷൻ, മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നത് ക്ലിയർ ആയിട്ട് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്ത് തന്നത് ആരാണ്? ഓപ്പൺ ഇൻട്രസ്റ്റ്. അപ്പോൾ അത് ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസും ഒക്കെ വൃത്തിയായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓരോരോ മാർക്കറ്റിൻ്റെ ഓരോരോ അവസരങ്ങളിൽ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്ട്രാറ്റജികൾ, നമ്മുടെ പഠനങ്ങളും ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ആയുധമാണ് നമ്മൾ പ്രയോഗിക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കും. എന്നും ഒരു ആയുധം തന്നെ ഉപയോഗിക്കുകയാണോ ചെയ്യുന്നത്? അല്ല. ഒരു പണിയാളാണെന്നുണ്ടെങ്കിൽ, ഒരു പണിക്കാരനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല ആയുധങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ ആ ആയുധങ്ങൾ ഏത് സമയത്ത് ഏത് ആയുധം ഉപയോഗിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. എന്തെങ്കിലും ചുമതല പണിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ക്ലാസ്സിൽ സംസാരിക്കുന്നത്. ഓക്കെ, അത് പോട്ടെ. അപ്പം കാര്യങ്ങൾ മനസ്സിലായല്ലോ. അതിനുശേഷം മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ മോഡിലോട്ട് പോയി, മേലോട്ട് പോയി, താഴോട്ട് പോയി. നമുക്കുള്ളതല്ല, നമുക്ക് ഇവിടം വരെ കിട്ടി. ഇവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ പരിപാടി എല്ലാം നിർത്തി പോയി എന്ന് ഞാൻ ഓൾറെഡി ഏകദേശം എനിക്കൊന്നൊരു 11-11:30 ആയി കാണും അല്ലേ. 11:30 ആയപ്പോഴത്തേക്ക് നമ്മൾ പരിപാടി അവസാനിപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ഏത് ദിവസം അല്ലെങ്കിൽ ഏത് ട്രേഡിൽ എന്ത് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് വളരെ നിർണായകമാണ് ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം. അപ്പം ആ കറക്റ്റ് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഏത് കാര്യം കറക്റ്റായിട്ട് ചൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് പറയാനും വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഓപ്പൺ ഇൻട്രസ്റ്റ് വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഞാനിതിവിടെ പിൻ ചെയ്ത് കൊടുത്തേക്കാം, ലാസ്റ്റ് കമൻറ്റിൽ ഞാൻ കൊടുത്തേക്കാം. നിങ്ങളത് കാണാൻ ശ്രമിക്കുക. ഇന്ന് വൈകുന്നേരം നിർണായകമാണ്. ഇത് ഈ വീക്കെൻഡ് യുദ്ധം ഉണ്ടാകാനുള്ള ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഈ യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. ചിലപ്പം എതിരെ സംഭവിക്കാം. എങ്കിലും സാധ്യതകൾ നമ്മൾ മൊത്തത്തിൽ പഠിക്കുമ്പോൾ അതിനുള്ള 10 ദിവസം, ഇപ്പോൾ ഇന്നലെ പറഞ്ഞു ട്രംപ് 10 ദിവസം സമയം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇതിനിടയിൽ അടിക്കുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്തായാലും ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അപ്പം ആ അൺസർട്ടനിറ്റി കൊണ്ടാണ് ലാസ്റ്റ് മൊമെൻറ്റിൽ എന്ത് ചെയ്തത്, ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നത്. കാരണം മാർക്കറ്റിൽ ഒരു ഭീതിയുണ്ട്, അടിക്കുവോ ഇടിയോ അടി നടക്കുമോ. അപ്പോൾ ആൾക്കാർ ആരും റിസ്ക് എടുക്കാൻ തയ്യാറില്ല. അതുകൊണ്ടാണ് ഇന്ന് വീക്കെൻഡ് കൂടെ ആയതുകൊണ്ടാണ് ആൾക്കാർ എന്ത് ചെയ്ത് കയ്യിലുള്ള പൊസിഷൻസ് എക്സിറ്റ് ചെയ്തിട്ട് അവരെന്ത് ചെയ്ത് പോയി. അതുകൊണ്ടാണ് ഇത്രയും പ്രോഫിറ്റ് ബുക്കിംഗ്. അത് മാത്രമല്ല, വിക്സും ഇന്നും 6% വിക്സ് എന്ത് ചെയ്തു, ഇന്നും വിക്സ് കൂടി. അപ്പം എല്ലാം കൂടെ അപ്പോൾ ഒരു മാർക്കറ്റിൽ ഫിയർ ഉണ്ടെന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ്. അപ്പോൾ ഇന്ന് രാത്രിയിൽ നിർണായകമാണ് US മാർക്കറ്റും. ട്രംപ് ഇന്ന് വീക്കെൻഡിൽ എന്തൊക്കെ പറയുന്നു എന്നുള്ളതൊക്കെയാണ് വളരെ നിർണായകം. എന്തായാലും വീക്കിലി അനാലിസിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ കാര്യം ഒന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തപ്പം. പഠിക്കാൻ ശ്രമിക്കുക, പഠിക്കാതെ യാതൊരു കാര്യവുമില്ല. ഓക്കെ, അപ്പം എല്ലാവരും വീക്കെൻഡിൽ റീൽസും യൂട്യൂബും ഒക്കെ കണ്ട് സമയം കളയാതെ പഠിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ കുറേ വീഡിയോസ് ഇട്ടേക്കാം, നിങ്ങളത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.